അല്ലല്ലേ നമുക്ക് അല്ലല്ല ഇവിടുത്തെ വാദം വാജിവാഹനമാണ്. അത് ശ്രീജിത് പണിക്കർ, ഇത് അജയ് തറയിലേക്കും അന്വേഷണം പോകാനുള്ള ഒരു സാധ്യത താങ്കൾ കാണുന്നുണ്ടോ ഈ 2012 ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് അനുസരിച്ച്? ശ്രീ മഞ്ജുഷ്, ഈ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഞാനത് പറഞ്ഞിരുന്നു. കാരണം വാജിവാഹനം കസ്റ്റഡിയിൽ എടുക്കുകയാണ് എങ്കിൽ ആ വാജിവാഹനം കസ്റ്റഡിയിൽ എടുക്കപ്പെടാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള ഒരു തൊണ്ടി മുതലാണ് എങ്കിൽ അത് സ്വീകരിച്ചിരിക്കുന്ന ആളിനെ പോലെ തന്നെ കുറ്റം അത് കൊടുത്തിരിക്കുന്ന ആളിനുമുണ്ട്. ഒരു വേള കൊടുത്തിരിക്കുന്ന ആളിന് കുറ്റം കൂടുതലുമാണ്, നമുക്കതറിയാമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് കൊടുത്തിരിക്കുന്നത് ആര് ഭരിച്ചിരുന്ന സമയത്തെ ഭരണസമിതിയാണ്, ആ ഭരണസമിതിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്, അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അജയ് തറയിൽ എന്നുള്ള ഒരു കോൺഗ്രസ്സുകാരനെ കൂടെ ഇതിലേക്ക് ഉൾപ്പെടുത്താനായിട്ടുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. അവരെന്തെങ്കിലും തരത്തിലുള്ള തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആചാരാനുഷ്ഠാന വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയൊക്കെ തന്നെ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ അതൊക്കെ ചെയ്തോട്ടെ. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ 2012 ഓർഡറിനെ കുറിച്ചാണല്ലോ. ഈ 2012 ഓർഡറിന്റെ നിയമപരമായിട്ടുള്ള പ്രസക്തി, അതിന്റെ വാലിഡിറ്റി, അതിന്റെ ക്രെഡിബിലിറ്റി എന്താണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആചാരാനുഷ്ഠാനങ്ങളുടെ കസ്റ്റോഡിയൻ തന്ത്രിയും ഭരണനിർവഹണത്തിന്റെ കസ്റ്റോഡിയൻ ദേവസ്വം ബോർഡുമാണ്. അത് കേവലം ദേവസ്വം ബോർഡിന്റെ നിയമാവലി പ്രകാരം മാത്രമല്ല, ആചാരാനുഷ്ഠാനങ്ങളുടെ കസ്റ്റോഡിയൻ തന്ത്രിയാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് സുപ്രീം കോടതി വരെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അത് എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെ തന്നെയാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഓർഡറിലെ പ്രസക്ത ഭാഗം എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്ന് നോക്കുക. ക്രിയാദികൾക്ക് ശേഷം ആചാരപരമായി തന്ത്രിക്ക് അവകാശപ്പെട്ടവ കൊണ്ടുപോകുന്നത് സംബന്ധിച്ച് ഒന്നാലോചിച്ച് നോക്കുക. ബോർഡ് തന്നെ പറയുന്നത് ആചാരപരമായി തന്ത്രിക്ക് അവകാശപ്പെട്ട കാര്യം കൊണ്ടുപോകുന്നതിനെ കുറിച്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ ബോർഡ് തന്നെ പറയുന്നത് ഇത് എന്തിനെ കുറിച്ചാണ്? ആചാരത്തിനെ കുറിച്ചാണ്. ആചാരത്തിനെ കുറിച്ച് ഒരു ഓർഡർ ഇടുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡിന് അധികാരമുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത് ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട കാര്യമല്ല, ആചാരപരമായിട്ട് തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് ഈ ഓർഡറിൽ എഴുതുന്നതിന് ദേവസ്വം ബോർഡിന് ഒരു ബുദ്ധിമുട്ടുമില്ല. എന്ന് വെച്ചാൽ ആചാരപരമായിട്ടുള്ള ഒരു കാര്യത്തിനെക്കുറിച്ച് ആർബിട്രറി ആയിട്ടുള്ള ഒരു ഓർഡർ ദേവസ്വം ബോർഡ് ഇറക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ അതിൻ്റെ താഴേക്ക്, അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ പറയുന്നത് നോക്കൂ. ക്ഷേത്രങ്ങളിൽ ദേവചൈതന്യം സംക്രമിക്കപ്പെട്ട് ആചരിച്ചു പോരുന്നവയും അങ്ങനെ അല്ലാത്തവയുമായ ഭൗതിക വസ്തുക്കൾ, ഇങ്ങനെയുള്ള വസ്തുക്കൾ ഉണ്ടെന്ന് നമുക്കറിയാം. ഇനി അതിനെ നമ്മൾ ഈ തരത്തിലുള്ള ഒരു വാഹനവുമായി തന്നെ ബന്ധപ്പെടുത്തി അങ്ങനെയാണെന്ന് കരുതിക്കോളൂ. അതിലൊരു വസ്തു വാജിവാഹനം. അതെ, വാജിവാഹനമാണെന്ന് കരുതിക്കോളൂ. കേടുപാടുകൾ ഉണ്ടാകുമ്പോഴോ, അതായത് എന്തെങ്കിലും തരത്തിലുള്ള കേടുപാട് അതിനുണ്ടായിട്ട് അതിനെ റിപ്പയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. വാജിവാഹനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ അതിനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഉയർന്ന നിലവാരത്തിലേക്ക് പരിവർത്തനം ചെയ്യുമ്പോഴോ, അതായത് അതിനെ അപ്ഗ്രേഡ് ചെയ്യണം. ശബരിമലയിൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. പകരം എന്താണ്, കൊടിമരം മാറ്റി തുല്യമായിട്ടുള്ള ഒരു കൊടിമരം വെച്ചു, അല്ലാതെ ഒരു രീതിയിലേക്കും അതിനെ അപ്ഗ്രേഡ് ചെയ്യുന്നില്ല. അത് ചെയ്യുമ്പോഴോ നിലവിലുള്ളവ ഉപയോഗിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. നിലവിലുള്ളവ ഉപയോഗിക്കുന്ന എവിടെയാണെന്നറിയോ? ഇപ്പൊ യോഗ പ്രതിഷ്ഠ, യോഗീശ്വര പ്രതിഷ്ഠയാണ് എന്ന് പറയുന്നത്. അപ്പൊ പലരും പറയാറുണ്ട് പരശുരാമനാൽ പ്രതിഷ്ഠിതമായിട്ടുള്ള അല്ലെങ്കിൽ നാരദനാൽ പ്രതിഷ്ഠിതമായിട്ടുള്ള എന്നുള്ള സങ്കല്പമുണ്ട്. അങ്ങനെയുള്ള പ്രതിഷ്ഠയുള്ള സ്ഥലങ്ങളിലോ സ്വയംഭൂവായിട്ടുള്ള സ്ഥലങ്ങളിലോ ഒക്കെ തന്നെയാണ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മെയിൻ്റനൻസ് വേണമെങ്കിൽ ആ മെയിൻ്റനൻസ് നടത്തിക്കഴിഞ്ഞാലും അതിനെ ഉപയോഗിക്കാം എന്നുള്ള സങ്കല്പമുള്ളത്. അതല്ലാത്ത കാര്യത്തിനെല്ലാം തന്നെ സാധാരണഗതിയിൽ ഇതിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മാറ്റപ്പെടാവുന്ന വസ്തുക്കൾ, അതായത് റിപ്പയർ ചെയ്യുകയോ അതല്ല എങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുകയോ ചെയ്യുന്ന വസ്തുക്കൾ പിന്നീട് നിലവിലുള്ളവ ഉപയോഗിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. വാജിവാഹനം ഉപയോഗിക്കാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അഥവാ ഇത് ശാസ്താവിൻ്റെതായതുകൊണ്ടാണല്ലോ വാജിവാഹനം. മഹാവിഷ്ണു ആണെങ്കിൽ അത് ഗരുഡ വാഹനമാകും, ശിവനാണെങ്കിൽ അത് ഋഷഭ വാഹനമാകും, മയിൽവാഹനം വരും. അപ്പൊ എന്റെ ചോദ്യം, ദേവസ്വം ബോർഡിന്റെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ നാളിതുവരെ ഒരു കൊടിമരം മാറ്റുന്ന സമയത്ത് അതിന് മുകളിലുള്ള വാഹനം റീയൂസ് ചെയ്തിട്ടുണ്ടോ? ഉപയോഗിച്ചിട്ടില്ല. അത് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം എന്താ? ഇത് ആചാരപരമാണ്. ആചാരപരമായിട്ട് ഒരു വാഹനത്തിനെ അതിന്റെ ധ്വജത്തിന്റെ പ്രയാണം തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിനെ ഉപയോഗിക്കാൻ പാടില്ല. അത് എത്ര കണ്ടീഷൻ ആണെങ്കിലും, അതായത് അത് ബെസ്റ്റ് കണ്ടീഷൻ, ടോപ്പ് കണ്ടീഷൻ ആണ് എങ്കിൽ പോലും അത് ഉപയോഗിക്കാൻ പാടില്ല. തന്നെയല്ല, അത് ഉപയോഗിക്കാതെ ആക്കണം എന്ന രീതിയിലത്തേക്കാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവസാനം അതിന്റെ അടുത്ത സെന്റൻസിൽ പൊതു സ്വത്തായതിനാൽ ദേവസ്വത്തിന്റെ സ്വത്തായി തന്നെ നിലനിർത്തേണ്ടതുമാണ് എന്ന് പറയുമ്പോൾ ഉപയോഗിച്ച വസ്തുക്കളെയാണോ ഉപയോഗിക്കാതെ മാറ്റിയ വസ്തുക്കളെയാണോ ഏതാണെന്നുള്ള കാര്യത്തിൽ നിലവിലുള്ളവ ഉപയോഗിക്കാറുണ്ട് എന്നാണല്ലോ എന്തായാലും അതിൽ വാജിവാഹനം ഉപയോഗിച്ചിട്ടില്ല. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. എന്റെ കയ്യിലിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു ഓർഡറാണ്. ഈ ഓർഡർ ഡേറ്റ് ചെയ്തിരിക്കുന്നത് April 7, 2016 ഇതിൽ പറയുന്നത് എന്താണെന്ന് ഞാൻ പറയാം. ഇത് എഴുതിയിരിക്കുന്നത് ഒരു ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടിയിട്ട്. നന്തൻകോട് തിരുവനന്തപുരം എഴുതിയിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന ഒറ്റ ലൈൻ ഇങ്ങനെയാണ്: ഭരദ്വാജ ഋഷീശ്വരം ദേവസ്വത്തിൽ
2016 ഏപ്രിൽ 22 നിലവിലെ ധ്വജം ത്യജിക്കുന്നതിന് ക്ഷേത്രം തന്ത്രി നൽകിയിട്ടുള്ള മുഹൂർത്ത ചാർത്ത് അംഗീകരിച്ചും ധ്വജത്യാഗത്തിന് ശേഷം, ഇനി ശ്രദ്ധിക്കുക, തന്ത്രിയുടെ ഉപയുക്തമായി ലഭിക്കേണ്ട ധ്വജാഗ്രവാഹനവും ധ്വജവുമായി ബന്ധപ്പെട്ട മറ്റ് സാധനങ്ങളും അഷ്ടദിക്പാലകർ തുടങ്ങിയവ ക്രമപ്രകാരം തന്ത്രിക്ക് നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് വിശ്വസ്തയോടെ ഒപ്പിട്ടിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ. താഴെ അംഗീകാരത്തോടെ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ജനറൽ അഡ്മിനിസ്ട്രേഷൻ. ഇത് അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ നെയ്യാറ്റിൻകരയ്ക്ക് കൊടുത്തിരിക്കുന്ന 2016 ഓർഡറാണ്. ഞാൻ ചോദിക്കുന്നത് ഞാൻ പറയുന്നത് 2012 നേരത്തെ പറഞ്ഞിരിക്കുന്ന ഓർഡറിനെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. ഇതിനെ പ്രിവെന്റ് ചെയ്യുന്നതല്ലേ ആ ഓർഡർ? അതായത് ഇത് തന്ത്രിക്ക് അവകാശമില്ല, കൈവശം വെക്കാം എന്നാണ് പറയുന്നതെങ്കിൽ അതിനുശേഷം 4 വർഷം കഴിഞ്ഞ് ദേവസ്വം ബോർഡ് തന്നെ പറയുകയാണ് ഇങ്ങനെ ഒരു സംഭവം കൊടുക്കാം. ആർക്ക്? ഉപയുക്തമായി തന്ത്രിക്ക്. പക്ഷേ 2017 ശബരിമലയിൽ ഇങ്ങനെ തന്ത്രിക്ക് കൈമാറ്റം ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ഉത്തരവ് ഇല്ലതാനും. അത് പറയുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞ ഉത്തരവ് വേണ്ട, കൊടുത്തോ. മാത്രമല്ല ഇവിടെയാണെങ്കിൽ അഷ്ടദിക്പാലകരാണെങ്കിൽ അത് സ്ട്രോങ് റൂമിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് ധ്വജാഗ്ര വിഗ്രഹം അവിടെ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഓർഡറിന് 2012 ഓർഡറിന് ശേഷമാണോ കൊടുത്തിട്ടുണ്ടോ? ഒരു ക്ഷേത്രത്തിലോ ഒരു ദേവസ്വത്തിലോ മാത്രമായിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഈ ക്ഷേത്രത്തിൽ കൊടുക്കാമെങ്കിൽ അവരുടെ ദേവസ്വത്തിലുള്ള എല്ലാ ക്ഷേത്രത്തിലും അങ്ങനെയാണെങ്കിൽ 2012 ഉത്തരവ് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് തന്നെ അബദ്ധമായി മാറും. അന്വേഷണ സംഘം അങ്ങനെ ഒരു നീക്കം നടത്തുമെന്ന് തോന്നുന്നില്ല ഇപ്പോൾ. അസ്കർ, ഇങ്ങനെ UDFന്റെ ഭരണസമിതിയിലേക്ക് ഇങ്ങനെ ഒരു ആരോപണം തിരിച്ചു വെക്കുന്നതിന് തിരിച്ചടിയായി മാറുമെന്ന് തോന്നുന്നു കേട്ടോ 2012 ഉത്തരവ്. അന്വേഷണ സംഘം അതിലേക്ക് പോകുമെന്ന് തോന്നുന്നില്ല. അല്ല, നിലവിൽ അതിനെ സംബന്ധിച്ച് ഒരു കേസ് എടുത്തതായി നമ്മുടെ മുന്നിൽ ഒരു തെളിവുകളും നമ്മുടെ മുന്നിലില്ല. ഒരു ഊഹാപോഹങ്ങൾ മാത്രമേ നിലവിലുള്ളൂ. SIT ഇത് സംബന്ധിച്ച് കണ്ടെടുത്തിട്ടുണ്ട്. അത് സംബന്ധിച്ച് കേസിലേക്കോ മറ്റ് നടപടികളിലേക്ക് പോകണമെങ്കിൽ മൂന്നാമതൊരു FIR എടുക്കേണ്ട സാഹചര്യമാണ് ഉള്ളത്. അതൊരു വ്യത്യസ്തമായ തലത്തിൽ മാത്രം അന്വേഷിക്കപ്പെടേണ്ടതുമാണ്. അത് സംബന്ധിച്ച് ആചാരങ്ങളെ സംബന്ധിച്ചും അതുപോലെ തന്നെ നിലവിലെ നിയമങ്ങളെ സംബന്ധിച്ചും ഒക്കെ തർക്കങ്ങളും വാദമുഖങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള ഒരു വിഷയമാണ്. അപ്പോ ഇത് ഞാൻ അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, വലതുപക്ഷ അല്ലെങ്കിൽ UDF ഗവൺമെന്റിന്റെ കാലത്ത് ചെയ്തു പോയൊരു പിശകിനെ ന്യായീകരിക്കുക ഇടതുപക്ഷ ഗവൺമെന്റ് ഉത്തരവാദിത്വമായിരിക്കരുത് എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. അപ്പോ നിലവിൽ ഇത് രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാവുമെന്നൊന്നും കരുതുന്നില്ല. പക്ഷേ കേരളത്തിലെ സംഘപരിവാർ മുഖങ്ങളിൽ നിശ്ചയമായും വല്ലാത്ത മ്ലാനത ഞാൻ കാണുന്നു. ആ മ്ലാനത തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ്. അത്തരം മ്ലാനതയല്ല വേണ്ടിയിരുന്നത്. അവരുടെ വാശിയും വീറും ഒക്കെ എവിടെയൊക്കെയോ പോവുകയും തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ആ പഴയ വീറും വാശിയും ഒരു അർത്ഥത്തിലും പൊതുമധ്യത്തിൽ കാണുന്നില്ല എന്ന. ശരിയാണ് അനിൽ, അത് ശരിയാണല്ലോ. താങ്കളിലും അത് കാണുന്നില്ല, ആ വീറും വാശിയും തുടക്കത്തിലുണ്ടായിരുന്നു. ഞാൻ ചർച്ചയുടെ തുടക്കം തൊട്ട് തന്നെ പറയുന്നതാണ്, കുറ്റം ചെയ്ത് തന്ത്രിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അത് വ്യക്തമാണ്. ശ്രീജിത്ത് പണിക്കർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, 2012 ആ ദേവസ്വം ബോർഡിന്റെ ഓർഡറിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു വരി കൂടുണ്ട്, മുൻ പതിവുകൾ എന്തായിരുന്നു എന്ന് നോക്കാതെ എന്നൊരു വാചകമുണ്ട്. മുൻ പതിവ് എന്ന് പറയുമ്പോൾ അത് കൃത്യമാണല്ലോ. മുൻ പതിവ് അനുസരിച്ച് ഇന്ന് രാജഗോപാൽ സാറ് കൈരളി TV-യിൽ കൊടുത്തൊരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ഈ സർക്കുലർ കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എല്ലാ ഓഫീസുകളിലേക്കും അയച്ചു കൊടുത്തിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിനുശേഷം ഇപ്പോൾ ശ്രീജിത്ത് പണിക്കർ വായിച്ച ആ സർക്കുലർ ഉണ്ടല്ലോ, ആ ഓർഡർ ഉണ്ടല്ലോ, അതെങ്ങനെ നിലനിൽക്കും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിനിടയിൽ കേസുകൾ വന്നിട്ടുണ്ടെന്ന്, 2 കേസുകൾ ഏതോ ക്ഷേത്രങ്ങളിൽ തന്ത്രിമാർക്ക് കൈമാറിയതിൽ കൊടുങ്ങല്ലൂർ, എറണാകുളം തുടങ്ങിയ 3 സ്ഥലങ്ങളിൽ സമാന സ്വഭാവമുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ തന്ത്രസമുച്ചയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ആ വ്യാഖ്യാനങ്ങൾ അനുസരിച്ചുകൊണ്ട് എല്ലായിടവും ഈ വാജീവാഹനത്തിന്റെ കസ്റ്റോഡിയൻ, ആ കൊടിമരം മാറ്റിയതിനു ശേഷം അതിന്റെ കസ്റ്റോഡിയൻ തന്ത്രിയാണെന്ന് തന്നെയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട 3 കോടതികളുടെയും ഉത്തരവ് വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കൊടിമരങ്ങൾ മാറ്റേണ്ടി വരുമല്ലോ. അങ്ങനെ അല്ലല്ലോ, തുടർച്ചയായിട്ട് മാറ്റിയാൽ എന്ത് ചെയ്യും? ഈ വാജിവാഹനം എടുക്കുന്നതിന് വേണ്ടി അങ്ങനെയും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.